ഗുരുവായൂർ ക്ഷേത്രമെന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വളരെ പ്രാചീനവും ഭക്തിപാരമ്പര്യത്തിൽ സമ്പന്നവുമാണ്. ഐതിഹ്യം: പുരാണങ്ങൾ പ്രകാരം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ആദ്യം ശ്രീകൃഷ്ണൻ സ്വയം ആരാധിച്ചിരുന്ന വിഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വിഗ്രഹം ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ്. പിന്നീടത് വിഷ്ണു ആരാധിച്ചു. പിന്നീട് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ തന്നെ ഈ വിഗ്രഹം ആരാധിച്ചുവെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്ന് കരുതി ദേവന്മാരായ ഗുരു ബൃഹസ്പതിയും വായുദേവനിയും ചേർന്ന് ഈ വിഗ്രഹം രക്ഷപ്പെടുത്തി. അവർ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഗുരുവായൂർ എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. ഗുരു ബൃഹസ്പതി പ്ലസ് വായുദേവൻ എന്നാകും ഗുരുവായൂർ എന്ന പേരും അതിൽ നിന്നാണ് ഉണ്ടായത്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗുരുവായൂർപ്പൻ എന്ന് വിളിക്കുന്നു. ഭക്തർക്ക് ഈ ക്ഷേത്രം വലിയ ആത്മീയ കേന്ദ്രമാണ്. കുഞ്ഞുങ്ങളുടെ ആദ്യ അന്നപ്രാശനം പോലുള്ള ചടങ്ങുകൾ ഇവിടെ നടത്തുന്നത് ഏറെ പ്രസിദ്ധമാണ്. ഈ കഥകൾ വിശ്വാസപരമാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹത്വവും ഭക്തിപാരമ്പര്യവും ഇതിലൂടെ വ്യക്തമാണ്. ഗുരുവായൂർ ക്ഷേത്രം ഭക്തർക്ക് വിവിധ രീതിയിലുള്ള വഴിപാടുകൾ സമർപ്പിക്കാൻ പ്രസിദ്ധമാണ്. ഇവ ഭക്തിയുടെ പ്രകടനവും ചിലപ്പോൾ പ്രത്യേക അഭിലാഷങ്ങൾ നിറവേറ്റാനായുള്ള പ്രാർത്ഥനകളുമാണ് പ്രധാന വഴിപാടുകൾ. തുലാഭാരം: ഭക്തൻ സ്വന്തം ഭാരം തുല്യമായി സാധനങ്ങൾ സമർപ്പിക്കുന്നു. സാധാരണയായി പഞ്ചസാര, പഴം, നാണയം, വെള്ളരി മുതലായവ. നെയ്യ്-വിളക്ക്: ക്ഷേത്രത്തിൽ നെയ്യ്-വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും സാധാരണമായ വഴിപാടാണ്. ഉദയസ്തമന പൂജ: പുലർച്ചുലർച്ച മുതൽ വൈകുന്നേരം വരെ നീളുന്ന പ്രത്യേക പൂജ. പാൽപ്പായസം: പാൽപ്പായസം സമർപ്പിക്കുന്നത് വളരെ പ്രസിദ്ധം. അന്നദാനം: ഭക്തർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന സേവനം. ചോറൂണ്: അന്നപ്രാശനം. കുഞ്ഞുങ്ങളുടെ ആദ്യ ഭക്ഷണം നൽകുന്ന ചടങ്ങ്. കൃഷ്ണനാട്ടം: കൃഷ്ണനാട്ടം എന്ന കലാരൂപം വഴിപാടായി നടത്താം. ആനയോട്ടം: ക്ഷേത്രത്തിലെ ആനകൾക്ക് സംഭാവന നൽകുക. പ്രത്യേക ദിവസങ്ങളിലെ വഴിപാടുകൾ. ഏകാദശി, വിഷു, ഗുരുവായൂർ ഉത്സവം തുടങ്ങിയ ദിവസങ്ങളിൽ വഴിപാടുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ ഏകാദശി ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നാണ്.